ഓട്ടോ ടാക്സി തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്നതായിരുന്നു രണ്ടാമത് സർക്കാരിന്റെ അവസാന ബജറ്റ്. സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡിന് 20 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഴയ ഓട്ടോ പൊളിച്ച് പുതിയ ഓട്ടോ വാങ്ങാൻ 40,000 രൂപ സഹായമായി നൽകും. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി ഗ്രൂപ്പ് ഇൻഷുറൻസും പ്രഖ്യാപിച്ചിരിക്കുന്നു. ബജറ്റിന്മേൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് കൂടി കേൾക്കാം. ഈ പദ്ധതി എന്തായാലും നടപ്പിലാവുമെന്ന് തോന്നുന്നില്ല. 100% ഉറപ്പാണ്. അങ്ങനെ പറയുന്നത് ഇതിനു മുമ്പേ കുറേ പദ്ധതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഈ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെ കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഏതോ കാലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. നടപ്പാവുന്നതാണെങ്കിൽ ഓക്കെ. 7000 ഓട്ടോകളുണ്ട്, ആകെ 1000 വണ്ടിക്കുള്ള സ്റ്റാൻഡ് തന്നെ ഇല്ല. നമ്മളിപ്പോൾ വണ്ടി ഇടാൻ കഴിയാണ്ട് ഇങ്ങനെ റൗണ്ട് അടിക്കലാണ്. പിന്നെ ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു 15 മിനിറ്റോ 10 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാറുള്ള സിസ്റ്റം ആണെങ്കിൽ ഓക്കെ. നമുക്കിപ്പോൾ ഇവിടെ മറ്റേ സിറ്റിയിൽ 8500 പെർമിറ്റുള്ള വണ്ടി തന്നെ ഓർഡർ ഉണ്ട്. അപ്പം നിലവിലുള്ള സ്റ്റാൻഡ് പോലും എന്താക്കാണ് നമുക്ക് അവിടെ ഇടാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ വരുന്നത്. ഇപ്പം ഗോകുലമ്മാളിൻ്റെ അവിടെ പല സ്റ്റാൻഡിലും വണ്ടി ഇടാൻ കഴിയില്ല. അവിടെ വണ്ടി ഇട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് ഫൈൻ ഇടുന്ന ഒരു സംഭവമാണുള്ളത്. അത് മാറാണ്ട് ഇപ്പോൾ എന്ത് വന്നിട്ടും കാര്യം ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നം അങ്ങനെ പരിഹരിക്കുന്നതായിട്ട് യാതൊരു വിശ്വാസവും ഇല്ല. ഇപ്പോൾ പ്രഖ്യാപനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. അതിപ്പോൾ അതിനെപ്പറ്റി ഒരു നല്ല അഭിപ്രായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ്. നമ്മളിപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ജീവിക്കാനും പറ്റിയ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഓട്ടോ സ്റ്റാൻഡ് കിട്ടണമെന്നാണ് നമ്മളൊക്കെ ഒരു ആഗ്രഹം. അത് നല്ല കാര്യമാണ്, വന്നാൽ നല്ലതാണെന്ന് പറയാം. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ അടുത്തിട്ടാണെന്ന് പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാവില്ലേ. ഇതൊക്കെ എവിടെ കിട്ടാൻ ആര് പ്രഖ്യാപിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്കേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഈ ഓട്ടോ തൊഴിലാളികൾക്ക് ഇതുവരെ കിട്ടില്ല. ഇത്രയും വലിയ KSRTC ഉണ്ടായിട്ട് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഇതിനിടയ്ക്കൊരു SI വന്നിനു, എല്ലാവരുടെ അടുത്ത് പായിപ്പിച്ചാണ്. അല്ലാണ്ട് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ വന്നിട്ടില്ല. നെറ്റിലിപ്പോൾ 20 കോടി രൂപയ്ക്ക് വേണ്ടി മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടപ്പാവുന്ന പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. ഇപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് പ്രതീക്ഷകൾ തന്നിയാണ്, അതൊന്നും ഉണ്ടായില്ല. ഓട്ടോക്കാർക്ക് കിട്ടില്ല. അത് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഓട്ടോക്കാർക്ക് നിലവിൽ കിട്ടിയിട്ടില്ല പറഞ്ഞു. സ്മാർട്ട് ഹബ്ബാക്കി മാറ്റുന്ന ഈ പാർക്കിംഗ് സ്ഥലങ്ങളും ഒക്കെ അതൊക്കെ അത് നല്ലതാണ്. അത് കാരണം ഒരുവിധം ഇപ്പോൾ നമുക്ക് പെർമിറ്റ് ഇല്ലാത്ത കുറേ വണ്ടികൾ ഓടുന്നുണ്ട് ഈ ടൗണിലും ഏരിയകളിലും. അപ്പോൾ അങ്ങനത്തെ കുറേ ഓട്ടങ്ങളൊക്കെ നമുക്ക് ഹബിലേക്ക് വരും. നമ്മുടെ ഓട്ടങ്ങളും ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അത് സർക്കാർ അങ്ങനെ ചെയ്തിട്ട് അത് ഏറ്റവും നല്ല കാര്യം. സർക്കാർ അങ്ങനെ നമ്മളെ ഓർത്തല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. പറഞ്ഞത് നടപ്പാക്കുന്നുണ്ടല്ലോ, നടപ്പാവും.